بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم بارك في هذا البيت وأهله أما بعد ഇഅ്തിദാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇഅ്തിദാൽ റുകൂഇന് ശേഷം നമ്മൾ നമ്മുടെ സലാത്തിൽ നിവർന്നു നിൽക്കുന്നു, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി. ഇതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഇഅ്തിദാലിൽ എന്താണ് ചൊല്ലേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതിൽ പല ഇനങ്ങളിലുള്ള ദിക്റുകൾ സഹിഹായി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റബ്ബന ലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. ഇങ്ങനെ പല സിഗകൾ വന്നിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് ഔ വലക്കൽ ഹംദ്. പിന്നെ അതിന്റെ കൂടെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, إذا قال الإمام سمع الله لمن حمده فقولوا اللهم ربنا لك الحمد فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه. ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബന അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയുക. ആരുടെ ഈ വാക്കാണോ മലായിക്കത്തിന്റെ വാക്കുമായി യോജിച്ചത്, ഇപ്പൊ മലായിക്കത്തും ഇത് പറയും. അങ്ങനെ യോജിച്ചത് ആരാണോ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ആമീന്റെ കാര്യത്തിൽ വന്നതുപോലെ ഈദിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതുപോലെ ഇബ്നു അബ്ബാസ്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമാ അവരെല്ലാം രണ്ടുപേർ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് മിൽഅ സ്സമാവാതി വമിൽഅൽ അർദി വമാ ബൈനഹുമാ വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് അഹ്ലസ് സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ് أنت ربنا اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇഅ്തിദാലിൽ വന്നിട്ടുള്ള ഒരു ദുആണ്. ഇങ്ങനെ ഒന്നിലധികം വന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് ഹംദ്, മിൽ അസ്സമാവാത്ത് ആകാശങ്ങൾ നിറയെ, വമിൽ അൽ അർദ് ഭൂമി നിറയെ, വമാ ബൈനഹുമാ അതിനിടയിൽ നിറയെ, വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് പിന്നെ നീ ഉദ്ദേശിക്കുന്നതെല്ലാം നിറയെ നിനക്ക് ഹംദ്. അഹ്ലസ് സനാഇ വൽ മജ്ദ് സനാഇന്റെയും മജ്ദിന്റെയും അഹ്ലായ അതിനർഹതപ്പെട്ട അല്ലാഹു, എല്ലാ പ്രശംസയുടെയും എല്ലാ മജ്ദ് ഉന്നതിയുടെയും അഹ്ലായ അതിനൊക്കെ അവകാശപ്പെട്ട റബ്ബ്. അഹഖു മാ ഖാല അൽ അബ്ദ് ഒരടിമ പറഞ്ഞതിൽ ഏറ്റവും സത്യമായ വാക്ക്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല, നിന്നിൽ നിന്നാണ് എല്ലാ സഹായവും. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ്. ഇതാവർത്തിച്ചുകൊണ്ടേയിരുന്നിരുന്നു. എത്രത്തോളം? അവിടുന്ന് റുക്കൂ എത്രയാണോ അത്രയും. റുക്കൂ ആകട്ടെ അവിടുന്ന് എത്ര സമയം നിന്നിരുന്നോ, ചിലപ്പോൾ സൂറത്തുൽ ബഖറ മുഴുവൻ ഓതിയിരുന്നു, അത്രയും റുക്കൂ ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്ര തന്നെ ഇതും ഇഅ്തിദാലിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ്. അങ്ങനെ ആവർത്തിച്ചു പറയൽ സുന്നത്താണ്, മുസ്തഹബ്ബാണ്. ഇങ്ങനെയുള്ള ദിക്റുകൾ തനവ്വുആയി അത് മാറ്റി മാറ്റി പറയുക എന്നതാണ് കൂടുതൽ ഖൈർ. റിഫാഅ ഇബ്നു റാഫിഅ അസ്സുറഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കുന്ന യൗമൻ നുസല്ലി വറാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. ഫലമ്മ റഫഅ റഅസഹു മിന റക്അ, അവിടുന്ന് റുകൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്താണ് അതിന്റെ അർത്ഥം? സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടു, ലിമൻ ഹമിദ, ആരാണോ അവനെ ഹംദ് ചെയ്തത് അത് അല്ലാഹ് കേട്ടിരിക്കുന്നു. ഖാല റജുലുൻ വറഅഹു, അപ്പൊ പിന്നിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ചില റിവായത്തുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ അലൈഹി കമാ യുഹിബ്ബു റബ്ബുന വയർദ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, എങ്ങനത്തെ ഹംദാണ്? റബ്ബ് നമ്മുടെ റബ്ബായ അല്ലാഹുവിന് ഒരുപാട് തയ്യിബായ, ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും മുബാറക്കായ, ബറക്കത്തുള്ള ഹംദ്, അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ, അവൻ തൃപ്തിപ്പെടുന്നത് പോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു മനിൽ മുതകല്ലിം, ആരാണ് അങ്ങനെ പറഞ്ഞത്? സഹാബി പറഞ്ഞു ഞാനാണ്. قال رأيت 39 ملكا يبتدرونها أيهم يكتبها أولا. 30ഓളം മലക്കുകൾ അത് ആര് രേഖപ്പെടുത്തും, അത് ആ പറഞ്ഞ കലിമ എഴുതാൻ വേണ്ടി മത്സരിക്കുന്നത് ഞാൻ കണ്ടു. അത്രയും ശ്രേഷ്ഠതയുള്ളൊരു വാക്കാണത്. റബ്ബന ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ഇത് തന്നെ ദുആഉൽ ഇഫ്തിതാഹിലും വന്നിട്ടുണ്ട്. ഫാത്തിഹയ്ക്ക് മുമ്പ് അല്ലാഹുമ്മ ബഅദ് ബൈനി അല്ലെങ്കിൽ വജ്ജഹതു, ഇതിന് പകരമായുള്ള ദിക്റിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഖ്ദീറിൽ പെട്ടതാണ്. അവിടുന്ന് അംഗീകരിക്കുകയാണ് ഒരു സഹാബിയുടെ അമൽ, അതിൽപ്പെട്ടതാണ്. അവിടുത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? قوله وفعله وتقريره ووصف خلقي أو خلقي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നുകിൽ അവിടുത്തെ വാക്ക്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തി, അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ചൊരു കാര്യം, അല്ലെങ്കിൽ സുന്നത്ത് എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശാരീരികമായ ഒരു പ്രത്യേകത. അതും ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അവിടുന്ന് ഉയരമുള്ള ആളായിരുന്നു, എന്നാൽ വല്ലാതെ ഉയരമില്ല, എന്നാൽ ഉയരം കുറഞ്ഞ ആളുമല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെക്കുറിച്ച്, അവിടുത്തെ നിറത്തെക്കുറിച്ച്, ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ശാരീരികമായ പ്രത്യേകതകൾ പറയുന്നത്. ഔ ഖുലുഖി, അല്ലെങ്കിൽ അവിടുത്തെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വല്ല പ്രത്യേകതകളും പറയുന്നത്. കാന അസ്ജഅ അന്നാസ്, അവിടെ നല്ല ധീരനായിരുന്നു. അജ്വദ അന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. അഹ്സനു അന്നാസി ഖുലുഖ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള, പെരുമാറ്റമുള്ള ആളായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. തുടങ്ങിയതുപോലെ ഇതൊക്കെ സുന്നത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഇവിടെ സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്, അതിന് ഫദ്ൽ പറയുകയാണ്. സഹാബത്തിന്റെ ശ്രേഷ്ഠത കൂടി അതിലുണ്ട്. ഇങ്ങനെ ഇതിൽ തനവ്വു ഉണ്ട്. റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയാം, റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയാം, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയാം, റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ് ലിറബ്ബി അൽഹംദ്. അതുപോലെ റബ്ബന ലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽഅർദി വമിൽഅ വമാ ബൈനഹുമാ വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് അഹ്ല الثناء والمجد أحق ما قال العبد أنت اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇനി ഈ നൃത്തം ഇഅ്തിദാൽ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിച്ചിരുന്നു എന്നാണ്. പല ആളുകളും അക്കാര്യം മറന്നുപോയതുപോലെയാണ്. ചില ആളുകളുടെ സലാത്തിൽ അവർ ഇഅ്തിദാലിൽ നിന്നതുപോലെ വേഗം സുജൂദിലേക്ക് പോകും. അവിടെ എന്തോ അല്പസമയം നിന്നാൽ തെറ്റായി പോകുമെന്നതുപോലെ. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിൽക്കാറുണ്ടായിരുന്നു. എത്രത്തോളം? സഹാബിമാർ പറയാറുണ്ടായിരുന്നു, സഹാബിമാരിൽ ചിലർ ഇങ്ങനെ പറയുവോളം നബി നിൽക്കാറുണ്ടായിരുന്നു. ഖദ്നസിയ മിൻ തൂലി മാ യഖൂം. അവിടുന്ന് നിൽക്കുന്ന കുറെ നേരം കണ്ടിട്ട് സഹാബിമാരിൽ ചിലർ ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്, എന്താണ്? ഖദ്നസി, നബി മറന്നുപോയി, അത്രയും സമയം നിന്നു എന്നാണ്. അപ്പോ തുമഅനീന, അടങ്ങുക എന്നത് ഈ ഇഅ്തിദാലിലും വാജിബായ കാര്യമാണ്. കുറെ സമയം നിൽക്കൽ വാജിബല്ല, പക്ഷേ അടങ്ങുക എന്ന് പറഞ്ഞാൽ ആ നൃത്തത്തിൽ നിൽക്കുക.
ആ നൃത്തത്തിലേക്ക് വരലും സുജൂദിലേക്ക് പോകലും ഒരുമിച്ചാകാൻ പാടില്ല, നിൽക്കണമെന്ന്. അതെല്ലാത്തിലും വാജിബാണ് തുമഅനീന എന്നത്. ഇതാണ് സുജൂദ്. സുജൂദ് സലാത്തിൽ, നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്നാണ് സുജൂദ്. അതുകൊണ്ടാണ് നോക്ക്, മസ്ജിദ് എന്നാണ് നമ്മുടെ ഇബാദത്തിന്റെ സ്ഥലത്തിന്റെ പേര്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? സുജൂദിന്റെ സ്ഥലം എന്നാണ്. നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട്, റുക്കുഇൽ പോകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇബാദത്തിന്റെ സ്ഥലത്തിന്റെ പേര് മൗഖിഫ്, നിൽക്കുന്ന സ്ഥലം എന്നല്ല. മർക, റുക്കുഇന്റെ സ്ഥലം എന്നല്ല. മജ്ലിസ്, ഇരിക്കുന്ന സ്ഥലം എന്നല്ല. പിന്നെന്താണ്? മസ്ജിദ്, സുജൂദിന്റെ സ്ഥലം. എന്താണ് കാരണം? കാരണം സുജൂദിലാണ് നോക്കി നമ്മുടെ അവയവങ്ങൾ അധികവും ഭൂമിയിൽ നിൽക്കുന്നതിനേക്കാൾ, റുക്കുഇനേക്കാൾ, ഇരിക്കുന്നതിനേക്കാൾ നമ്മുടെ അവയവങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ഭൂമിയിൽ തട്ടുന്നത്, സ്പർശിക്കുന്നത് സുജൂദിലായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖറബു മാ യകൂനു അൽഅബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു അദ്ദുആ. റബ്ബുമായി ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക. അഖറബു മാ യകൂനു അൽഅബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു അദ്ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ദുമിൻ വഅല്ല അകുഫ ശഅറൻ വലാ തൗബാ. ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ദുമിൻ, 7 അവയവങ്ങളിന്മേൽ സുജൂദ് ചെയ്യാൻ. ഏതാണ് 7 അവയവങ്ങൾ? ഒന്ന് അൽവജ്ഹ്, മുഖം. അതാണ് ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജബ്ഹ വൽ അൻഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെറ്റിയും മൂക്കും, അത് രണ്ടും ഒന്നായിട്ടാണ് കൂട്ടിയത്, അഥവാ അൽവജ്ഹ്. പിന്നെ അതൊക്കെയാണ് 2 കൈപ്പടങ്ങൾ, 2 കാൽമുട്ടുകൾ, അതുപോലെ 2 കാൽപാദങ്ങൾ, ഇത് 3 6. പിന്നെ മുഖം. വഅല്ല അകുഫ, അതുപോലെ മടക്കി വെക്കരുതെന്നും. ശഅറൻ വലാ തൗബ, മുടിയോ വസ്ത്രമോ മടക്കി വെക്കരുതെന്നും, നിസ്കാരത്തിൽ മടക്കി വെക്കരുതെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വസ്ത്രം നമ്മൾ കയറ്റി വെക്കും പല ആവശ്യങ്ങൾക്ക്, അനുവദനീയമായ കാര്യം. പക്ഷെ നിസ്കാരത്തിലാകുമ്പോൾ അത് നിവർത്തുക, വസ്ത്രം നിവർത്തുക. വസ്ത്രങ്ങളൊക്കെ നിവർത്തിയിട്ട് ആണ് നിസ്കരിക്കേണ്ടത്. അതിന്റെ പിന്നിലുള്ള ഹിക്മത്തായ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വസ്ത്രവും നമ്മുടെ കൂടെ സുജൂദ് ചെയ്യാൻ, മുടിയും നമ്മുടെ കൂടെ സുജൂദ് ചെയ്യാൻ. അങ്ങനെ മടക്കി വെക്കാതിരിക്കുക എന്നത് നിസ്കാരത്തിൽ അത് പാടില്ല. മുടിയും വസ്ത്രവും അതും നമ്മുടെ കൂടെ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ. അതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരാള് വസ്ത്രം മടക്കി വെച്ച് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സഹിഹാണ്, നിസ്കാരം ബാത്തിലാണ് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ പേര് നഹി തൻസീഹ്, നഹി തഹ്രീം അല്ല. ഹറാമാക്കാൻ വേണ്ടി നബി വിലക്കിയതല്ല. ഹറാമാക്കാൻ വേണ്ടി നബി വിലക്കിയതിൽപ്പെട്ടതാണ് അൽ ഇസ്ബാൽ, ബിരിയാണിക്ക് താഴെ വസ്ത്രം പോകുക എന്നുള്ളത്. അത് നഹി തഹരീമാണ്. ഇത് നഹി തൻസീഹ്. തൻസീഹ് എന്നാൽ ശുദ്ധിയാവുക എന്നാണ്. അതാണ് പൂർണ്ണത. അതുകൊണ്ട് ഇത് രണ്ടും ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ വന്നാൽ, നഹി തഹരീമും നഹി തൻസീഹും ഒന്നേ നടക്കുന്നു വന്നാൽ, അയാൾ തഹരീമിന്റെ നഹി സ്വീകരിച്ചുകൊണ്ട് അക്കാര്യം ഒഴിവാക്കി തൻസീഹ് എടുക്കേണ്ടി വരും. ഇതുപോലെ ഒരാളുടെ പാൻസ് ബിരിയാണിക്ക് താഴെ ഉള്ളതാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന പോലെ പള്ളി കയറുമ്പോൾ പള്ളിയുടെ അവിടെ ഒരു സ്ഥലത്ത് വൃത്തിക്ക് ഇരുന്നിട്ട് മടക്കി അങ്ങനെ ചെയ്യും. ചില ഫാൻസൊക്കെ ആണെങ്കിൽ അത് ഒരു മെനക്കേട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അത് നിവർത്തലും അത് കയറ്റലും അത് പള്ളി കയറുമ്പോഴുള്ളൊരു ശുഗൽ തന്നെയാണ്. ചില ആളുകൾ വിവരമില്ലാതെ താഴ്ത്തിയിട്ട് നിസ്കരിക്കും. അതിനേക്കാളും ഖൈറായവൻ പള്ളിന്റെ മൂലക്കിരുന്ന് മടക്കുന്നവനാണ്. ചില ആളുകളാകട്ടെ പറഞ്ഞു കൊടുത്താലും കയറ്റി കൊടുക്കാത്ത ആളുകൾ. നഊദുബില്ലാഹ്. ഐനാദ് എന്താണത്? അള്ളാഹുവിന്റെ ദീനിനോട്, അള്ളാഹുവിനോട് അവന്റെ റസൂലിനോടുള്ള എതിർപ്പ്. നഊദുബില്ലാഹ്.
അങ്ങനെ കടുത്തുപോയ കൽബുകളുള്ള ആളുകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുണ്ട് ചിലർ. ഒരാളോട് സുബ്ഹാനല്ലാഹ് നമ്മള് ഒരു സ്ഥാപനത്തിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള അറബി വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അറബിയിൽ മുമ്പ് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറബിയിൽ അറബി ഭാഷ പലതും കേരളത്തിലെ ആളുകൾ പഠിക്കുന്നുണ്ട്, സാഹിത്യം പഠിക്കുന്നു. അതിൽ ഈ മലയാളത്തിലും ബാക്കി ഭാഷകളിലുള്ളതുപോലത്തെ അതുപോലെ തന്നെ വൃത്തികെട്ട എമ്പാടും നോവലുകളൊക്കെ അറബിയിലുണ്ട്. നസറിനും പല നാടുകളിൽ നിന്നും ആളുകൾ എഴുതിയിട്ടുള്ളത്. തനി സന്തക്കത്തുണ്ട്, അള്ളാന്റെ ദീനിനെ നിഷേധിക്കുന്ന വരികൾ. നസ്രാനികൾ വരെ ഉണ്ട്. ലുബ്നാനൊക്കെയുള്ള നസ്രാനികൾ പലരും അറബിയിൽ അറിയപ്പെട്ട സാഹിത്യകാരന്മാരാണ്. ജാഹിലിയ കാലത്തുണ്ടല്ലോ പണ്ട് ഇമ്രുൽ ഖൈസ് കാഫറല്ലേ. അറബിയിൽ ഇമ്രുൽ ഖൈസിനോളം ഷെയറിൽ കഴിവുള്ള ആരാളുള്ളത്? ഇമ്രുൽ ഖൈസിന്റെ ഒരു കഥ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആ ബിംബത്തിന്റെ മുന്നിൽ അമ്പെടുത്ത് കൂട്ടിച്ചിട്ട് വലിച്ചെറിഞ്ഞത്. അപ്പൊ എന്നതുപോലെ ചില ആളുകൾ. അപ്പൊ അതിലൊരാളെ പരിചയപ്പെട്ടു. എപ്പോൾ ഏത് സമയത്തും വലിയ സമഗ്ര ഇസ്ലാം എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയുടെ, കേരളത്തിലെ ഒരു പാർട്ടിയുടെ അറിയപ്പെട്ട ആളാണ്. ഇരാനിക്ക് താഴ്ത്തിട്ട് മാത്രമേ നിസ്കരിക്കുള്ളൂ. പാൻസ് ഒരിക്കലും അറിയാതെ പോലും മടക്കി പോവില്ല. ഒരിക്കൽ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ മുമ്പ് മറുപടി, ഇതെന്താണ് ആളുകളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? ഇതാരാണ് ചോദിക്കുന്നത്? ഒരു സാധാരണക്കാരനല്ല, ഒരു മുഖല്ലിദല്ല, അറബി ഭാഷ നന്നായിട്ട് അറിയുന്ന, അള്ളാഹ് അതിന് തൗഫീഖ് കൊടുത്തിട്ടുള്ള ആളാണ്. എന്താണ് മറുചോദ്യം? ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അള്ളാഹുവിന്റെ കിതാബിലുള്ള എന്താണ്? ഭൂമിയിൽ ഭൂരിപക്ഷത്തെ നീ അനുസരിച്ചാൽ അവർ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തടയും. അള്ളാഹുവിന്റെ വാക്കാണ്. വലാ തുഅ്ജിബുക കസറത്തുൽ ഖബീസ്. ഖബീസ് ഒരുപാടുണ്ട് എന്നത് നിന്നെ അജബിലാക്കി കളയരുത്, നിന്നെ അത്ഭുതപ്പെടുത്തി കളയരുത്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നീ ധിക്കരിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കാൻ വേണ്ടി. അള്ളാഹു ഒരാളെ ധിക്കരിച്ചതും നിന്നോട് ചോദിക്കൂല, നീ എന്തിനാണ് ഇത്രയും പേരെ ധിക്കരിച്ചത്? അല്ല, ഒരാളെ പോലും എന്തിനാണ് ധിക്കരിച്ചതെന്ന് ചോദിക്കുകയില്ല. സ്വർണം കൊണ്ട് എഴുതി വെക്കണ്ട. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കാണ്. എന്താണ്? നീ ദുനിയാവിലെ മുഴുവൻ പേരെയും ധിക്കരിച്ചു. എന്താരെ അനുസരിച്ചു? അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ ആരോട് മുഖാലഫത്തിൽ നീ ആയതും അള്ളാഹ് എന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ നീ അനുസരിക്കുന്നവനായാൽ. അപ്പൊ ഇങ്ങനെ ഉണ്ട് പല ആളുകളും, ഇനാദ് കൊണ്ട് ചെയ്യാത്ത ആളുകൾ. അത് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന ഒരു ഭാവം. അവർക്ക് ഇവരൊക്കെ തീരുന്ന രംഗം നാളെ വരാനുണ്ട്. അവരെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. വേറെ ആർക്കും എന്ത് ദ്രോഹമുള്ളത്? ഓ താഴ്ത്തിയിട്ടാലും ഓൻ വലിച്ചയച്ച് നടന്നാലും നമുക്കൊരു ദുർറും വരാനില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അവനാണ് അവന്റെ അമലിന് മറുപടി പറയേണ്ടത്. എന്റെ ഖബറിൽ ആരാ വരിക? നാട്ടുകാരൊരാളും വരില്ല. ഞാനാണ് എന്നോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ലോകത്ത് ആര് പഴച്ചാലും, ആര് ഭിന്നിച്ചാലും, ആര് ബിദ്അത്തിലായാലും, ആര് ഹറാമ് ചെയ്താലും അള്ളാഹുവിൽ എനിക്ക് ന്യായം പറയാൻ കഴിയില്ല. അള്ളാഹു അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഏത് പറയും? ദുനിയാവിൽ അങ്ങനെയാണ് പലരും ന്യായം പറയുന്നത്. ചില ആളുകൾ ദീനിന്റെ ഒരു ഷിആറും പുറത്തോ ഉള്ളിലോ ഒന്നും പാലിക്കാതെ ഹറാമുകൾ ചെയ്ത് പലിശയുടെ ആളായി, സിനിമയുടെ ആളായി, ഇങ്ങനെയൊക്കെ നടന്നു. നിസ്കാരത്തിൽ ശബ്ദമില്ല. ആളുകളോട് ചില ആളുകൾ ഉപദേശിക്കാൻ ചെന്നാൽ അവർ പറയും, നിന്റെ ഏത് പാർട്ടിയാ? ഇതിപ്പോ എത്ര എണ്ണായി വളർന്നു? എന്നിട്ട് ആളുകളെ മുന്നിൽ ഇവൻ അതൊക്കെ പറഞ്ഞിങ്ങനെ പരിഹസിക്കും. എന്തിനു വേണ്ടിയാ? ഈ കൂട്ടത്തിൽ ആരും അവനെ പോയി ഉപദേശിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവൻ ദീൻ പാലിക്കൂല. അതിനവന്റെ ന്യായം എന്താണ്? അവർ പിളർന്നു, ഇവർ പിളർന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് പിളർന്നു, ഇടക്ക് ഒന്നിക്കുന്നു, അങ്ങനെയാകുന്നു, ഇങ്ങനെയാകുന്നു. ഇതൊക്കെയാണ് അവന്റെ ന്യായം. അള്ളാഹുവിൽ ഈ ന്യായം ഇവന് പറയാൻ കഴിയോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ ആര് പഴച്ചാലും അവന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നിനക്ക് സമഅ തന്നിട്ടുണ്ട്, ബസറ തന്നിട്ടുണ്ട്, ഫുആദ് തന്നിട്ടുണ്ട്, കണ്ണും കാതും കൽബും തന്നിട്ടുണ്ട്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ നോക്കി ഇവരൊക്കെ എല്ലാം മിടുക്കന്മാരാണ്. ദുനിയാവിൽ അവൻ ഏറ്റവും നല്ല കച്ചവടം എങ്ങനെ ചെയ്യണം വൃത്തിക്ക് അവനറിയാം. ഏത് സാധനം എവിടെ പോയി വാങ്ങണം നന്നായിട്ട് അറിയാം. ഒരു വീടെങ്ങനെ ഉണ്ടാക്കണം ഓരോന്നും അവന് നന്നായിട്ട് അറിയാം.
ആരും ഒന്നിലും അവൻ പെട്ടുപോയിട്ടില്ല. നന്നായിട്ട് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഷർറേതാണ് അത് ഒഴിവാക്കി ഹൈറേതാണ് അത് ചെയ്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഇത്രയൊന്നും സാമർത്ഥ്യം അള്ളാഹിന്റെ ദീൻ പാലിക്കാൻ വേണ്ടതില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ അതിൽ ഹക്കേതാണ് ബാത്തിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ സാമാന്യമായ ബുദ്ധി മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ നബിയിൽ വിശ്വസിച്ച എത്ര സഹാബത്ത് ദുനിയാവിന്റെ എന്ത് വിജ്ഞാനമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകൾ. അതാണ് ഏറ്റവും സലീമായ ബുദ്ധി. അതാണ് സലീമായ ബുദ്ധി. അതാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ബുദ്ധി, ചവറ് കയറാത്ത ബുദ്ധി. കാഫിറുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ലാഹിർ അവരറിയുന്നു. ദുനിയാവ് നന്നായിട്ട് അറിയാം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് തിരിച്ചറിയാൻ അവന് നേരമില്ല, കഴിയില്ല. ഇതെന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു തൗഫീഖ് തന്നിട്ടില്ല. അതാണ് അള്ളാഹു അള്ളാഹു ദലാലത്തിലാക്കാൻ തീരുമാനിച്ചവനെ ആർക്ക് ഹിദായത്തിലാക്കാൻ കഴിയും? أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على قلبه وسمعه وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് അവനെ ഹിദായത്തിലാക്കാൻ? അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ പോയി എന്നാണ് എനിക്കൊരു ഖൈർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുന്റെ തൗഫീഖ് ഇല്ലാണ്ടായി. ഖൈർ ചെയ്യാൻ എനിക്ക് സാധിച്ചു, പിന്നെ അള്ളാഹ് ഹംദ് ചെയ്യാം. അൽഹംദുലില്ലാഹ്. ഖൈർ ചെയ്യാൻ ആരാണ് തൗഫീഖ് എന്നത്? അള്ളാഹുവാണ്. അപ്പൊ ഇങ്ങനെ അവര് സ്വയം ദുൽമാണ് ചെയ്യുന്നത്. ബിരിയാണിക്ക് താഴെ വസ്ത്രം ഇടുക എന്നത് പാടില്ലാത്തതാണ്, ഹറാമാണ്. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും അള്ളാഹു പരലോകത്ത് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത, ശുദ്ധീകരിക്കാത്ത, വേദനയേറിയ ശിക്ഷ കൊടുക്കുന്ന 3 ആളുകളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒന്നാരാണ് അൽ മുസ്ബിൽ, വസ്ത്രം നിര്യാണിക്ക് താഴെ ഇടുന്നവനാണ്. രണ്ടാമത്തേതാരാണ്? അല്ലദീ യബിഉ സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവനാണ്. മൂന്നാമത്തെ അൽ മന്നാൻ, സദഖ കൊടുത്തിട്ട് അത് എടുത്തു പറഞ്ഞ ആളുകളെ ദ്രോഹിക്കുന്നവനാണ്. ചില ആളുകൾ പറയും അഹങ്കാരം കൊണ്ട് താഴിട്ടാലല്ലേ? അല്ല, താഴിടലാണ് അഹങ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായി ഉടനെ ഒരാൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തിൽപ്പെട്ടതാണ് ഇയ്യാക വൽ ഇസ്ബാൽ ഫഇന്നഹു മിനൽ മഖീല. ഇയ്യാക വൽ ഇസ്ബാൽ ഫഇന്നഹു മിനൽ മഖീല. നീ നെരിയാണിക്ക് താഴെ വസ്ത്രമിടരുത്, അത് മഖീലത്തിൽ അഥവാ അഹങ്കാരത്തിൽപ്പെട്ടതാണ്. അത് തന്നെ അഹങ്കാരാണ്. അതാണ് അഹങ്കാരം. അഹങ്കാരത്തിന്റെ അടയാളമാണിത്. അല്ലാതെ അഹങ്കാരത്തോടെ ഇടുക അത് അശദ്, അത് ജുർമുൻ അല ജുർം, അത് ദംബുൻ അല ദംബ്, തെറ്റിന്റെ മുകളിലുള്ള തെറ്റാണ്, കുറ്റത്തിന് മുകളിലുള്ള കുറ്റം. ഇനി എനിക്ക് അഹങ്കാരമില്ല എന്നൊരുത്തൻ വാദിച്ചതുകൊണ്ട് അവന് അഹങ്കാരമില്ലാതാവുകയില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബതറുൽ ഹഖി വഗംതുൻ നാസ്, ഹഖ് തള്ളിക്കളയുക, ജനങ്ങളെ നിന്നിലായി കാണുക. അവനൊന്നും കൊള്ളൂല, അവനെ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ് എല്ലാത്തിനും കൊള്ളുക എന്നാണ്. ബസറുൽ ഹഖ്, ഹഖ് തള്ളിക്കളയുക. ഇത് ഹഖ് തള്ളലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇസ്റത്തുൽ മുഅ്മിനി ഇല അൻസാഫി സാഖൈഹി, മുഅ്മിന്റെ വസ്ത്രം അവന്റെ കടങ്കാലിന്റെ പകുതി വരെയാണ്. നെരിയാണി വരെയുള്ളത് കുഴപ്പമില്ല. വമാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ, നെരിയാണിക്ക് താഴെ പോയത് നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ട് എന്നിട്ടും ഒരുവൻ അതിൽ താഴെ ഇടുന്നെങ്കിൽ അവൻ അഹങ്കാരമാണ് ചെയ്യുന്നത്. നിസ്കാരത്തിൽ അതൊരിക്കലും പാടില്ലാത്തതാണ്. ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് അയാളുടെ വസ്ത്രം വലുതാണ്, അവൻ പുറത്തങ്ങനെ ചെയ്യുന്നു, നിസ്കാരത്തിലും കൂടി ചെയ്താൽ അശദ്ദു അശദ്, അതിന്റെ ഗൗരവം കൂടി. അപ്പൊ ബിരിയാണിക്ക് താഴെ ആണെങ്കിൽ അത് മടക്കി വെക്കണം, മറ്റേ മടക്കി വെക്കാൻ പാടില്ല എന്നതിനേക്കാളും ആ സമയത്ത് ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇത് കൂടുതൽ ഗൗരവത്തിൽ താക്കീത് വന്നിട്ടുള്ള ഹറാമായ കാര്യമാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വസ്ത്രം അതിനനുസരിച്ചിട്ടാണ് വാങ്ങേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. അത് നമ്മുടെ വസ്ത്രം
അത് മുസ്ലിമിന്റെ വസ്ത്രമായിരിക്കണം, കാഫിറിന്റെ വസ്ത്രമാകരുത്. അള്ളാഹു വെറുക്കുന്നവരുടെ, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ വസ്ത്രവും വേഷവുമാകരുത് നമ്മുടെ വേഷം. വഫഖനില്ലാഹു വയ്യാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുജൂദ് എങ്ങനെയായിരുന്നു? അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകും. അവിടുന്ന് സുജൂദ് ചെയ്തിരുന്നത് ഈ 7 അവയവങ്ങൾ തറയിൽ സ്പർശിച്ചുകൊണ്ടാണ്. മുഖവും ഇരു കൈപ്പടങ്ങളും. ഇരു കൈപ്പടങ്ങൾ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വെക്കാറുണ്ടായിരുന്നത്? ഇരു കൈപ്പടങ്ങളും വിരലുകൾ ചേർത്ത് പിടിക്കും. എന്നിട്ട് വിരലുകൾ ഖിബലക്ക് നേരെ ആക്കി അവിടുത്തെ ചുമലുകൾക്ക് നേരെ അല്ലെങ്കിൽ ചെവികൾക്ക് നേരെ വെക്കും. എന്നിട്ട് എന്താണ് അവിടുന്ന് ചെയ്യുക? തന്റെ മിർഫഖ് അഥവാ കൈമുട്ടുകൾ വശങ്ങളിലേക്ക് ഉയർത്തും. അല്ലാതെ കൈകൾ സായിദ് അഥവാ ഈ കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗം നിലത്ത് മുട്ടുന്ന നിലക്ക് വെക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വലാ യഫ്തരിശ അഹദുക്കും ദിറാഇഹി ഇഫ്തിറാസൽ കൽബ്. നായ വെക്കുന്നത് പോലെ നിങ്ങളുടെ കൈകൾ വെക്കരുത്. അത് പലപ്പോഴും അങ്ങനെ ആകാൻ കാരണം എന്താണ്? ഇവൻ കൈ വെക്കുന്നത് വളരെ മുകളിലായി പോവും, ചെവിന്റെ ഒക്കെ മുകളിലേക്ക് പോവും. അപ്പൊ എന്താണ്? അങ്ങനെയാണ് കൈ ഉണ്ടാകുക. എന്നാൽ അതൊന്ന് താഴ്ത്തി ചുമലുകൾക്ക് നേരെ വെച്ച് നോക്ക് കൈപ്പത്തി. സുജൂദിൽ നമ്മൾ മുഖം നിലത്ത് കുത്തി കൈപ്പത്തികൾ നമ്മുടെ ചുമലുകൾക്ക് നേരെ ആയി വെച്ച് നോക്ക്. എന്നിട്ട് മിർഫഖ് തന്റെ ഇരു കൈമുട്ടുകൾ വശങ്ങളിലേക്ക് അകറ്റുക, ഉയർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നന്നായി ഉയർത്താറുണ്ടായിരുന്നു. ഹത്താ യബ്ജു ബയാദ ഇബ്തൈഹി മിൻ വറാഇഹി. അവിടുത്തെ ഇരു കക്ഷങ്ങളിലെ വെളുപ്പ് പിന്നിൽ നിന്ന് കാണുന്ന അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇരു കൈപ്പത്തികൾ നിലത്തുവെച്ച് ഇരു കൈയിന്റെയും മുട്ടുകൾ അത് വശങ്ങളിലേക്ക് ഉയർത്താറുണ്ടായിരുന്നു. എത്രത്തോളം സഹാബത്ത് പറയുന്നു, ഹത്താ ലൗ അന്ന ബുഹ്മതൻ അറാദത് അൻ തമുർ. ഒരാട്ടിൻകുട്ടി അതിനിടയിലൂടെ പോകാൻ വേണമെങ്കിൽ, ഒരാട്ടിൻകുട്ടിക്ക് വേണമെങ്കിൽ അതിന്റെ ഇടയിലൂടെ പോകാൻ പറ്റും. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ അകറ്റി വെച്ചിരുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറയുന്നു, എത്രത്തോളം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വെക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖേദം തോന്നാറുണ്ടായിരുന്നു. ഇൻകുൽനാ ലനഉവി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇത്രയും പ്രയാസപ്പെട്ട് വെക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് നബിയോട് ഒരു അനുകമ്പ തോന്നുന്ന അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നത് പോലെ വെക്കാറുണ്ടായിരുന്നു. പല ആളുകളും ഇത് തെറ്റിക്കുന്നത് കാണാം. അപ്പൊ കഴിയുന്നത്ര അങ്ങനെ വെക്കണം. നമ്മൾ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്തടുത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ എത്രയാണോ കഴിയുന്നത് അങ്ങനെ വെക്കുക. അതുപോലെ ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി മാത്രമേ മുട്ടുള്ളൂ, മൂക്ക് തറയിൽ തട്ടൂല, ഉയർന്നിരിക്കും. ചില ആളുകൾ പിന്നിലേക്ക് നോക്കുകയും കൂടി ചെയ്യും. ഇതെന്താണ്? അള്ളാഹു റബ്ബിന്റെ മുന്നിലുള്ള സുജൂദാണിത്. ഇത് ഒരു ചടങ്ങല്ലത്. ഇതിങ്ങനെ എന്താണ് ഒരു ആചാരം പോലെ യാതൊരു ശ്രദ്ധയില്ലാതെ ചെയ്യേണ്ട അള്ളാഹുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത ലിമൻ ലാ യുസീബു അൻഫുഹു മിനൽ അർദി മാ യുസീബുൽ ജബീൻ. നെറ്റ് നിലത്ത് മുട്ടുന്നത് പോലെ മൂക്ക് മുട്ടാത്തവന് നിസ്കാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇങ്ങനെയാണ് മുഖവും ഇരു കൈകളും വെക്കേണ്ടത്. അതുപോലെ നോക്ക്, നമ്മുടെ നട്ടല് അത് നിവർന്നിരിക്കണം. വളഞ്ഞിട്ടല്ല സുജൂദ്, നിവർന്നിട്ടാണ്. ചില ആളുകൾ റുക്കുവയിലും നേരെയാവില്ല, സുജൂദിനും നേരെയാവില്ല. എന്നിട്ട് അവിടെ വേദന, നടുവേദന. മര്യാദക്ക് സുജൂദ് റുക്കു ചെയ്താൽ ചിലപ്പോൾ അതൊക്കെ പോവും. ബിഇദ്നില്ല. നടു നേരെ ആവണം. അതിനെന്ത് വേണം? കുറച്ച് മുന്നിലേക്ക് സുജൂദ് ചെയ്യണം, എന്നാലേ അത് നടക്കുള്ളൂ. നമ്മൾ നിന്ന് നമ്മുടെ അടുത്ത് തന്നെ സുജൂദ് ചെയ്താൽ അത് സാധിക്കില്ല. കുറച്ച് മുന്നിലേക്ക് നമ്മൾ സുജൂദ് ചെയ്യണം.
അതിൽ അതിര് കവിയാതെ, ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാതെ. അതിര് കവിഞ്ഞ് അത് കിടന്നതുപോലെ ആയിപ്പോവും. അങ്ങനെ ആവരുത്. വല്ലാതെ ഇങ്ങോട്ടായാൽ നടു വളഞ്ഞിരിക്കും. രണ്ടുമാകരുത്, രണ്ടുമാവാൻ പാടില്ല. എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കാത്ത സമയത്ത് വീട്ടുകാരോടെങ്കിലും സുജൂദ് ചെയ്തിട്ട് എന്റെ സുജൂദ് ശരിയായോ എന്ന് ചോദിക്കും. അങ്ങനെ ശരിയാക്കാൻ നമുക്ക് സുജൂദ് റുക്കുഅൊക്കെ എത്ര നല്ലതാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹായിക്കുക എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. റുക്കുഉം സുജൂദും ഒക്കെ അറിയുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. എന്റേത് ശരിയാണോ, എന്റെ റുക്കുഅ, എന്റെ സുജൂദ് ശരിയാണോ എന്ന് ചോദിച്ചു നോക്കുക. എത്ര നല്ലതാണ്. എന്റെ നടു നിവരുന്നുണ്ടോ, വളയുന്നുണ്ടോ എന്ന് ചോദിച്ച് ശരിയാക്കുക. വളരെ ഹൈറായ കാര്യമാണ്. അപ്പൊ മുന്നിലേക്ക് സുജൂദ് ചെയ്യുക. വല്ലാതെ മുന്നോട്ട് പോയാൽ കിടന്നതുപോലെ ആയിപ്പോവും. അത് പറ്റൂല. വല്ലാതെ ഇങ്ങോട്ട് വന്നാൽ നടു വളഞ്ഞു പോകും. അപ്പൊ നടു നിവർന്നിരിക്കണം. അതുപോലെ നമ്മുടെ വയർ, ബത്നും ഫഹിദും, വയറുകളും ഇരു തുടകളും തമ്മിൽ അകന്നിരിക്കണം. അടുപ്പിച്ചാകാൻ പാടില്ല. അടുപ്പിച്ചാൽ എപ്പോഴാണ്? ഞാനീ പറഞ്ഞതുപോലെ അടുത്ത് സുജൂദ് ചെയ്താൽ കുറച്ചകന്ന് ചെയ്യണം. കുറച്ച് അകലേക്കാണ് സുജൂദ് ചെയ്യേണ്ടത്. അതിന് പറ്റുന്ന നിൽക്കാണ് നമ്മൾ നിൽക്കേണ്ടതും. ചില പള്ളികളിലൊക്കെ സഫ് വളരെ വളരെ അടുത്താണ്. നടു നിവർന്ന് സുജൂദ് ചെയ്യാൻ തന്നെ കഴിയില്ല. അതിനനുസരിച്ച് വരയിട്ടിട്ടുണ്ടാവും. വരയിട്ടാൽ പിന്നെ അവിടെ മാത്രമേ ജനങ്ങൾ വന്ന് നിൽക്കുള്ളൂ. ആ വര തന്നെ ആവശ്യമില്ല. അൽബാനിയൊക്കെ ശക്തമായി എതിർത്തിട്ടാണുള്ളത് തന്നെ. എന്തിനാണ് സഫ്ക്ക് നമുക്ക് ഒരു വരയുടെ ആവശ്യമില്ല. വര ഉണ്ടായിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ സഫ് ശരിയാക്കിയത്? അതിന്റെ ആവശ്യമല്ല. അതില്ലാതെ തന്നെ സഫ് ശരിയാക്കണം. അങ്ങനെ പഠിക്കണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ വരയുള്ള കാർപ്പറ്റാണെങ്കിൽ പിന്നെ അവിടെ ജനങ്ങൾ നിൽക്കുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് നിന്നാ എന്തോ കുറ്റം ആണെന്നതുപോലെയാണ് ജനങ്ങളുടെ അവസ്ഥ. ഇങ്ങനെ ഒന്നിലും ആളുകൾ ആരും ചോദിക്കൊന്നുമില്ലല്ലോ. പള്ളിയിൽ എന്ത് ചെയ്യുമ്പോഴും ആ പള്ളി കമ്മിറ്റിയിൽ ഏതെങ്കിലും ജാഹിലുണ്ടെങ്കിൽ ഓനും തോന്നിയ പോലെ എല്ലാം ചെയ്യും. ഒരാളോട് ചോദിക്കാന്നുള്ള ഒരു കാര്യം പൊതുവെ ആളുകൾ ചെയ്യാറില്ല. തെറ്റാണത്. വേറെ ചില ആളുകളെ അവർ ചോദിക്കുന്ന ആരോടാണ് അവരുടെ കഥ അങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളുടെ അവസ്ഥ. അള്ളാഹു ഈ നാട്ടുകാർക്ക്, ഈ ഉമ്മത്തിന് നല്ലൊരു ആലിമിനെ അള്ളാഹു സമ്മാനിക്കുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇൽമാണ് ഏറ്റവും വലിയ പരിഹാരം. എല്ലാ കുഴപ്പങ്ങൾക്കുമുള്ള പരിഹാരം യഥാർത്ഥ ഇൽമാണ്. അള്ളാഹു നമുക്ക് യഥാർത്ഥ ഇൽമ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. അപ്പൊ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ അതിന് വേണ്ടുന്ന സ്ഥലം വേണം. നല്ല മര്യാദക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കാൽമുട്ടുകൾ, ഞാൻ പറഞ്ഞു, കാൽമുട്ടുകൾ രണ്ടും നിലത്ത് സ്പർശിച്ചിരിക്കണം. ഇനി ഉള്ളത് കാൽപാദങ്ങളാണ്. എങ്ങനെയാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത്? കാൽപാദങ്ങൾ രണ്ടും ചേർത്താണ് വെക്കേണ്ടത് സുജൂദിൽ. നൃത്തത്തിൽ എങ്ങനെ? അടുത്തുള്ള ആളുകളോട് ചേർത്തിട്ടാണ് നമ്മുടെ കാൽപാദങ്ങൾ വെക്കേണ്ടത്. ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണെങ്കിൽ വലത് ഭാഗത്ത് ആരാണോ നിൽക്കുന്നത് ആളുടെ കാലിനോട് ചേർത്തിട്ട് ബി ഷേപ്പിൽ വെക്കരുത്. അപ്പൊ ചേർക്കാൻ കഴിയില്ല. നേരെ ഖിബിലക്ക് നേരെ വെക്കുക. വലതുകാൽ വലത്ത് നിൽക്കുന്ന ആളുടെ കാലിനോട് ചേർത്ത്, ഇടതുകാൽ ഇടത്ത് നിൽക്കുന്ന ആളുടെ കാലിനോട് ചേർത്ത്. കാല് രണ്ടും വല്ലാതെ നമ്മൾ അകറ്റരുത്. അപ്പൊ ചുമല് മുട്ടൂല. നമ്മുടെ ചുമലിന് ഏകദേശം പറ്റിയ നിലക്ക് മാത്രം കാലുകൾ തമ്മിൽ അകലം അത്രമാത്രം ഉണ്ടായിരിക്കാം. വല്ലാതെ നമ്മുടെ കാലുകൾ തന്നെ പരസ്പരം അകന്നാൽ അടുത്തുള്ള ആളുകളുടെ ചുമല് മുട്ടൂല, കാല് മാത്രം മുട്ടുള്ളൂ. എല്ലാവരും അറിഞ്ഞ് സഹകരിച്ച് നിന്നാലേ ഈ സഫ് ശരിയാക്കുക എന്നുള്ള കാര്യം ശരിയാവുകയുള്ളൂ. പിന്നെ എങ്ങോട്ടാണ് സഫ് അടുപ്പിക്കേണ്ടത്? ഇമാമിന് നേരെയാണ് അടുപ്പിക്കേണ്ടത്. വലതുഭാഗത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഇടത്തോട്ടേക്ക് ചേർന്ന് നിൽക്കുക. ഇമാമിന്റെ ഇടതുഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ വലത്തോട്ടേക്ക് ചേർന്ന് നിൽക്കുക. അങ്ങനെയാണ് സഫ് ശരിയാക്കേണ്ടത്. സഫിൽ ഏറ്റവും അഫ്ദൽ വലതുഭാഗമാണ്. ഒന്നാമത്തെ സഫ് അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് സഫ് ശരിയാക്കേണ്ടത്. തീരെ സഫ് ശരിയാക്കാത്ത ആളുകൾ അവരെ പിന്നാലെ നമ്മൾ കാലുകൊണ്ട് പോയതുകൊണ്ട് കാര്യമില്ല. അവർക്ക് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കുക. സലാം പറഞ്ഞ് പതുക്കെ ആളുകളൊക്കെ കേൾപ്പിച്ച് പറഞ്ഞ ചില ആളുകൾക്ക് ഹക്ക് സ്വീകരിക്കാൻ കഴിയില്ല.
വളരെ ആരും കേൾക്കാതെ പറയാൻ പറ്റിയാൽ അങ്ങനെ പറയുക. അംറു ബിൽ മഅറൂഫ് വളരെ നല്ല നിലക്ക് നടത്തുക. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നറിയോ? അല്ലാഹുൽ മുസ്തആൻ. നമ്മളൊരു മഅറൂഫ് ചെയ്താൽ നമ്മളൊരു നന്മയാണ് ചെയ്യുന്നത്. ഒരാൾ താടി വളർത്തിയിട്ടുണ്ട്, ചെറുപ്പക്കാരൻ, അവനെ പരസ്യമായി കളിയാക്കണം, യാതൊരു മടിയില്ലല്ലോ. മഅറൂഫിനെ നഹി ചെയ്യണം. മുനാഫിക്കുകളുടെ സ്വഭാവമാണെന്ന് അല്ലാഹു പറഞ്ഞു. മുനാഫിക്കുകളുടെ സ്വഭാവം എന്താണ്? യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ്. നേരെ തിരിച്ചിട്ട് നഹ്യുൻ അനിൽ മഅറൂഫ് വഅംറുൻ ബിൽ മുൻകർ. ഇതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. നമ്മുടെ നാട്ടിൽ ഇതാണ്. ഒരാളൊരു മഅറൂഫ് ചെയ്താൽ അവനെ പരസ്യമായി കളിയാക്കുന്നു. എന്നാൽ നമ്മളൊരു മഅറൂഫ് വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവന് സ്വീകരിക്കാൻ കഴിയില്ല. അല്ലാഹുൽ മുസ്തആൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തൊരവസ്ഥയാണ്! ഖൈർ അവർക്ക് പരസ്യമായിട്ടാണ് കളിയാക്കുന്നതും തടയുന്നതുമെല്ലാം. എന്നാൽ അവരെ കയ്യിലുള്ളൊരു മുൻകർ, ഒരാൾ വളരെ സൗമ്യമായി മെല്ലെ ആരും കാണാതെ വഷളാവൊന്നും വേണ്ട, ഹക്ക് സ്വീകരിക്കുക എന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്താലും ചൂടാകുന്ന, സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത മുആനിദുകൾ. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ, അവനോടാണ് സഹായം തേടേണ്ടത്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് നമ്മൾ ഉപദേശിക്കുക, പിന്നെ അവരെ വിട്ടേക്ക്. ഉപദേശിക്കുക, അല്ലാതെ നമ്മുടെ കൽബ് ഓരോ ദിക്ർ കൊണ്ട് നിറച്ചാൽ കൽബ് രോഗം പിടിച്ചു. ആ നേരത്തെ അള്ളാഹനെ ദിക്റിയ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് പോലെ ദിക്റുന്നാസി ദാഉൻ വദിക്റുല്ലാഹി ദവാഉൻ. ജനങ്ങളെ കുറിച്ചുള്ള ദിക്ർ അത് രോഗമാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ അത് മരുന്നാണ്. ഇബ്നു ദഹബി റഹിമഹുല്ലാഹ് ആ വാക്കെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കുറ്റം നമ്മുടേതാണ്, അബദ്ധം നമ്മുടേതാണ്, നമ്മൾ ദാ എടുത്ത് ദവാ ഒഴിവാക്കി. അള്ളാഹിനെ കുറിച്ച് ദിക്ർ ചെയ്യുക എന്നുള്ളത്, ഒരാള് ഹക്കിലേക്ക് വരണം എന്നതിനുള്ള ഹിർസ്, അതീവ താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ഒരാൾ ഹക്കിൽ വരാത്തത് കൊണ്ടുള്ള സങ്കടം അത് നല്ലതാണ്, നസീഹത്തിനുള്ള തെളിവാണ്. പക്ഷെ അത് അതിര് വിട്ടു പോകരുത്. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ ദലാലത്തിലായവർ, അവർക്ക് ഒരു ദുർറും നിങ്ങളെ ചെയ്യാൻ സാധിക്കില്ല. അവരോട് കൽപ്പിക്കൽ, അവരെ തിന്മയിൽ നിന്ന് വിലക്കൽ വാജിബാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ എല്ലാവർക്കും വരും. പക്ഷെ അതിലപ്പുറം ഖൈർ പറഞ്ഞു കൊടുത്ത് ഷർറ് വിലക്കിയിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാകേണ്ടതില്ല. ഏറ്റവും ഖൈറായ നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും സൗമ്യമായി പറയുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഉമ്മയോട്, ഉപ്പയോട്, സഹോദരങ്ങളോടൊക്കെ ഏറ്റവും സൗമ്യമായി പെരുമാറുക. എന്ത് പ്രകോപനം ഉണ്ടാക്കിക്കോട്ടെ, എന്താകരുത്, ദേഷ്യം പിടിക്കാതിരിക്കുക. കാരണം എന്താ, അവര് എന്ത് ചീത്ത വിളിച്ചാലും അതൊന്നും കണക്കിലുണ്ടാവില്ല. ഖൈർ ഉപദേശിക്കുന്ന ഒരാൾ ഒരു പ്രാവശ്യം ചൂടായി എന്തെങ്കിലും പറയുക, അതായിരിക്കും അതാണ് എല്ലാ കണക്ക് പുസ്തകത്തിലും ഉണ്ടാവുള്ളൂ. അതങ്ങനെയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വളരെ സബറോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുമ്പുള്ള അംബിയ, അവരാണ് നമ്മുടെ മാതൃക എന്ന് മനസ്സിലാക്കിയിട്ട് സബറുൻ ജമീൽ. അല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത് ഫസ്ഫഹി സഫ്ഹൽ ജമീൽ. സബറിനെയാണ് അള്ളാഹ് എന്ത് വിളിച്ചിട്ടുള്ളത്? ജമീൽ. സഫ്ഹ എന്താണ്? വിട്ടുകൊടുക്കുക. ഇപ്പൊ പേജ് ഇങ്ങനെ മറിക്കണ പോലെ അത് പോട്ടെ എന്ന് വിചാരിക്കുക. അതിനാണ് എന്ത് സഫ്ഹ എന്ന് പറയാം. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ. അതിനും അള്ളാഹ് എന്താണ് പേര് വിളിച്ചത്? ജമീൽ. ഭംഗിയായി ക്ഷമിക്കുക. അപ്പൊ നിനക്ക് കാണാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി വതൗഫീഖിഹി, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് കാണാം. എന്താണ് നീ കാണുക? നിന്റെ ശത്രുവായിരുന്നവൻ കഅന്നഹു വലിയുൻ ഹമീം, നിന്റെ വളരെ അടുത്ത സുഹൃത്തായി, നിന്റെ വളരെ അടുത്ത സ്നേഹിതനായി നിനക്ക് കാണാം. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. അള്ളാഹു പ്രയാസത്തിന് ശേഷം എളുപ്പം തരും. പല മുൻഗാമികളും പറഞ്ഞു هل التمكن إلا بعد صبر وابتلاء. തമക്കുൻ കിട്ടുമോ? അധികാരവും നമ്മൾ പറയുന്നത് നടക്കുക എന്ന അവസ്ഥയുമൊക്കെ കിട്ടുമോ? ഇല്ലാ ബഅദ സബ്രി വബ്തിലാ, സബറിനും പരീക്ഷണത്തിനും ശേഷമല്ലാതെ. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. അവർ പറയുന്നത് നീ ക്ഷമിക്കുക നബിയെ, നീ സാഹിബുൽ ഹൂത്തിനെ പോലെ ആകല്ലേ,
അതാണ് സാഹിബുൽ ഹൂത്ത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി അവരെ ഹക്കിലേക്ക് ക്ഷണിച്ചു. അവർ സ്വീകരിക്കാതായപ്പോൾ അവിടുന്ന് സബർ കിട്ടാതെ നാട് വിട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് അവിടുത്തെ ഒരു ഇതാബ് അഥവാ അബദ്ധം തിരുത്തിയത് എങ്ങനെയാണ്? മത്സ്യത്തോട് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങാൻ അള്ളാഹു കൽപ്പിച്ചു. സബർ അത് നമ്മെ ഖൈറിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഏറ്റവും നല്ല മകാരിമുൽ അഖ്ലാഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ദിനാ ലി അഹ്സനിൽ അഖ്ലാഖ് വലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നാ സയ്യിഅഹാ ലാ യസ്രിഫു അന്നാ സയ്യിഅഹാ ഇല്ലാ അൻത. സുജൂദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ദുആകൾ പലതുണ്ട്. അതിൽപ്പെട്ടതാണ് സുബ്ഹാന റബ്ബിയൽ അഅല, അതിൽപ്പെട്ടതാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അതിൽപ്പെട്ടതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, അതിൽപ്പെട്ടതാണ് اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره سره وعلانيته. അള്ളാഹു എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരണേ, ചെറുതും വലുതും, അതിൽ മുൻപത്തതും അവസാനത്തതും, അതുപോലെ അതിലെ രഹസ്യമായതും പരസ്യമായതും. അതുപോലെ اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആ. അള്ളാഹുവേ നിന്റെ തൃപ്തിയോട് ഞാൻ രക്ഷ തേടുന്നു നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ മാപ്പിനോട് ഞാൻ രക്ഷ തേടുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു നിന്നിൽ നിന്ന്. അള്ളാഹുവിങ്കിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഇവിടെ ഉണ്ട് സ്ഥലം അള്ളാഹുവിലേക്കല്ലാതെ. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആയിലുള്ളതാണ്. അള്ളാഹുവേ ഒരു മൽജഉമില്ല, ഒരു അഭയകേന്ദ്രവുമില്ല, വല മൻജ രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലവുമില്ല, ഇല്ല ഇലൈക്. അള്ളാഹുവേ നിന്നിൽ നിന്ന്, മിൻക നിന്നിൽ നിന്ന്, ഇല്ല ഇലൈക് നിന്നിലേക്കല്ലാതെ എന്നതുപോലെ ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഏത് ദുആവും സുജൂദിൽ ദുആ ചെയ്യാവുന്നതാണ്. പക്ഷേ തസ്ബീഹുള്ള ദുആ അതൊരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. സുബ്ഹാന റബ്ബിയൽ അഅല പോലെയുള്ള ദുആ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചിട്ടുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല ആവർത്തിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 അദ്നൽ കമാൽ എന്ന് പറയും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായി. പക്ഷേ കമാലുണ്ട്, കമാലിൽ അദ്ന ഉണ്ട്. കമാലിൽ ഏറ്റവും ചെറുത് 3. അത് 7 ചൊല്ലാം. 7 ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീമും സുബ്ഹാന റബ്ബിയൽ അഅല 7 ചൊല്ലാം. അതിലും വർദ്ധിപ്പിക്കാം. ഇങ്ങനെ മാറ്റി മാറ്റി സൗകര്യമുള്ളതുപോലെ ഉന്മേഷവും താല്പര്യവുമുള്ളതുപോലെ മാറ്റി മാറ്റി ചൊല്ലുക എന്നത് നമ്മുടെ ഇഖ്ലാസ് അതുപോലെ ഖുശൂ നിലനിർത്തി തരും. ബാക്കി ഒരുപാട് ഈ സുജൂദിലൊക്കെ വന്നിട്ടുള്ള ദിക്റുകൾ നമ്മൾ ദിക്റുകളുടെ പുസ്തകങ്ങൾ നോക്കി പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ ദുആ ചെയ്യുക, അറബിയിൽ ദുആ ചെയ്യുക. പല ആളുകളും ചോദിക്കാറുണ്ട് മലയാളത്തിൽ ദുആ ചെയ്തൂടെ, സുജൂദിൽ എന്തും ദുആ ചെയ്തൂടെ. ശരിയാണ്, എന്തും ദുആ ചെയ്യാം. പക്ഷെ അറബിയിൽ ദുആ ചെയ്യുക. അറബി അറിയാത്ത ഒരാൾക്ക് മലയാളത്തിൽ ദുആ ചെയ്യാന്നാണ്. പക്ഷെ കാലാകാലം ഇത് അറിയാത്ത ആളായിട്ട് ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ പഠിക്കുക, അത് ദുആ ചെയ്യുക. അതല്ലാണ് ഏറ്റവും ഖൈറുള്ളത്. അതല്ലാത്തത് നമ്മൾ ചെയ്താൽ അതസ്തബ്ദിലൂന അല്ലദി ഹുവ അദ്നാ ബില്ലദി ഹുവ ഖൈർ എന്ന് ചോദിച്ചതുപോലെ ആകും. ഏറ്റവും ഖൈറായത് മാറ്റി അതിൽ താഴെയുള്ളതാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് മൂസാ നബി ഖൗമിനോട് ചോദിച്ചില്ലേ? അതുപോലെ ഏറ്റവും ഖൈർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. അതിൽ പലതും അതെല്ലാം ജവാമിഅകളാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ എന്താണ് നമുക്ക് ആവശ്യം, എന്താണ് നമ്മൾ ഭയപ്പെടുന്നത്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ. അത് പഠിക്കുക, അത് ദുആ ചെയ്യുക. നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോഴും സാധാരണ നിസ്കാരത്തിലല്ലാതെ ദുആ ചെയ്യുമ്പോഴും എന്താണ് ഏറ്റവും ഖൈർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒതുക്കുക, അതാണ് ഖൈർ. ഇനി നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ തന്നെ അറബിയിൽ അത് ചോദിക്കുക എന്നതാണ് ഖൈർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മറ്റുള്ള ലുഗത്തിൽ ദുആ ചെയ്യുക എന്നുള്ള കാര്യത്തെ തന്നെ വെറുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെയാണ് അത് അറിയുന്ന ആളുകൾ അതിലാണ് സംസാരിക്കേണ്ടത്. അറബി അറിയുന്ന ആളുകൾ
എന്തിലാണ് സംസാരിക്കേണ്ടത്? അറബിലാണ്. അനാവശ്യമായിട്ട് ആജിമിന്റെ ഭാഷ സംസാരിക്കരുതെന്നാണ്. അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ എന്താക്കരുത്? അതല്ലാത്ത ഭാഷയിൽ സംസാരിക്കരുത്. അത് അനാവശ്യം ആകുന്നത് ആർക്കാണ്? അറബി അറിയുന്ന ആളുകൾക്ക്. അതല്ലാത്തത് അറബികൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഉലമാക്കൾ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്. അറബ് നാട്ടിൽ അവർ പറയും അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകി, നമ്മൾ അറബികളാക്കി, എന്നിട്ട് നമ്മൾ ഓൻ്റെ അജമിന്റെ ഭാഷ സംസാരിക്കുകയാണോ എന്നത്. അപ്പോ ഇതാണ് ദിക്റുകളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.